ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസൊക്കെ ഒന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകി ഫേസ് റൈസർ യൂസ് ചെയ്തു. അപ്പോൾ അത് ഞാനൊരു വേറെ വീഡിയോ ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണേണ്ടവർ ഈ വീഡിയോ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പോയി കാണാം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഫ്രഷ് പീസ് ഓഫ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എന്നും ആഫ്റ്റർ യൂസ് നല്ല ചൂടുവെള്ളമൊക്കെ ഇട്ട് കഴുകി അങ്ങനെ എടുത്ത് വയ്ക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഐസ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാനൊക്കെ നല്ലത് ഒന്നിലൊരു തുണിയിൽ കവർ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആമസോണിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും അതിൻ്റേതായ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്താലും മതി. അപ്പോൾ അതെടുത്തു നമ്മളെ ഫേസിൽ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഐസ് ഫേസിലൊക്കെ ഇങ്ങനെ എല്ലാ ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഓടിപ്പോയാൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇങ്ങനെ റൗണ്ടായിട്ടൊക്കെ മസാജ് ചെയ്യണത് നല്ലതാണ്. ഫേസിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ വളരെ നല്ലതാണ്. ഞാൻ ഹോസ്റ്റലായതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനത്തെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ പറ്റാറുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് കണ്ടത് പിമ്പിൾ സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ എന്നും ഇതൊക്കെ നല്ല സ്കിന്നൊക്കെ ശ്രദ്ധിച്ചാൽ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീക്ക്ലി ട്വൈസ് ത്രൈസ് ചെയ്യണത് വളരെ നല്ലതായിരിക്കും. അത് ഞാൻ പറയുന്നത് കളർ വയ്ക്കാൻ അങ്ങനെയല്ല, നമ്മുടെ സ്കിന്ന് നന്നായിരിക്കാൻ, നമ്മൾ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നല്ലൊരു സ്കിന്ന് കിട്ടാനായിട്ട്. അങ്ങനെ അത് കുറച്ച് നേരം ചെയ്തു. നല്ല ഫ്രഷ് ഫീൽ കിട്ടും നമുക്ക്. രാവിലെ തന്നെ ചെയ്യുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്കോ, വീട്ടിലാണെങ്കിൽ ഹോം മെയ്ഡ് ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അതല്ല വാങ്ങിച്ച ഫേസ് പാക്സ് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നൊരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ്. അപ്പോൾ അതെന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഒരു സ്ക്രബ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് പഞ്ചസാര എടുത്തു, തക്കാളി ഒരു ഹാഫ് തക്കാളി എടുത്ത്, എന്നിട്ട് നമ്മൾ കുറച്ച് തക്കാളിയുടെ നീര് അതിലേക്ക് ആക്കുന്നു. എന്നിട്ട് അത് ഇങ്ങനെ ആക്കും. ഇതിപ്പോൾ ഞാൻ ആരോടും പറയില്ല, ഇത് നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെളുത്ത് നല്ല സ്കിൻ കിട്ടുന്നു. ഇത് ഒരു എന്താ പറയുക, ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഒരു വീക്ക്ലി 2 times 3 times ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓവറായിട്ട് അമർത്തണ്ട, ഒരു ചെറിയ വരെയുള്ള രീതിയിൽ കുറച്ച് നേരം മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ സ്ക്രബ് ചെയ്തു, നന്നായി വാഷ് ചെയ്തു, നല്ലൊരു തുണി വെച്ച് നമ്മൾ തുടച്ചു. ഇനി നമുക്ക് ഒരു ഫേസ് പാക്കും കൂടി ഇട്ടാൽ നമ്മുടെ ഇന്നത്തെ സ്കിൻ കെയർ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്തു. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ബെറ്റർ. എന്നിട്ട് ഞാൻ 1 സ്പൂൺ ഹണി ആഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത്. ബിക്കോസ് എൻ്റെ സ്കിൻ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് ഇതായിരിക്കും എൻ്റെ സ്കിന്ന് ബെറ്റർ എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. വേറെയും കോഫി വെച്ചിട്ട് ഒരുപാട് ഫേസ് പാക്സ് ഉണ്ട്. എന്നിട്ട് ഞാനത് എൻ്റെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ വേറെയും ഫേസ് പാക്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഫി പൗഡറും ഷുഗറും ടേമറിക് പൗഡറും പിന്നെ കേർഡ് ഓർ മിൽക്ക് ഏതെങ്കിലും ആഡ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ടേമറിക് ആൻഡ് ഹണി മാത്രം യൂസ് ചെയ്യാം. പക്ഷേ ടേമറിക് യൂസ് ചെയ്യുമ്പോൾ കുറേ പേർക്ക് അതൊരു അലർജറ്റിക് റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യമെങ്കിലും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫേസിൽ യൂസ് ചെയ്യുക. എൻ്റെ കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടേമറിക്കുള്ള ഫേസ് പാക്സ് യൂസ് ചെയ്തിരുന്നു ഇടയ്ക്കൊക്കെ. അപ്പോഴൊന്നും എൻ്റെ ഫേസിൽ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഞാൻ ഇത് യൂസ് ചെയ്തപ്പം എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ കരുതി വേറെ വല്ല റീസൺ കൊണ്ടായിരിക്കും പിമ്പിൾസ് വരുന്നത്, അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത തവണ വീട്ടിൽ പോയപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കി. അപ്പം നിറയെ കുരു വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മുഖത്തിന് പറ്റുന്നില്ല. അതിനുശേഷം പിന്നെ ഞാൻ ടേമറിക് ഫേസ് പാക്സ് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് ടേമറിക്കുള്ള ഫേസ് പാക്സ് യൂസ് ചെയ്യുന്നതിന് മുന്നേ 1-2 തവണ നമ്മുടെ കയ്യിലോ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല സുന്ദരിയായില്ലേ? എന്നിട്ട് 20 minutes വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മിററിൽ നോക്കിയപ്പോൾ നല്ല ഡിഫറൻസ് തോന്നി. ഒരു ഫസ്റ്റ് യൂസിൽ ഇതിനപ്പുറം റിസൾട്ട് കിട്ടുമോ എന്ന് എനിക്കറിയില്ല. Till next time, bye bye.